അനാർക്കലി എപ്പോഴും സീരിയസ് ആണ്, പക്ഷേ കോമഡി ചെയ്യാനാണ് ഇഷ്ടം അല്ലേ? ഇപ്പോൾ പുതിയ പടത്തിൻ്റെ പൂജ കഴിഞ്ഞേക്കാണ്, മൂവിയെ കുറിച്ചൊന്ന് പറയും. പോലെ തന്നെ വളരെ ഫാമിലിക്ക് എൻ്റർടൈനിങ് ആയിട്ടുള്ള കോമഡി പടമാണ്. അതേ പറയാൻ പറ്റുള്ളൂ. സതീഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നവാഗതനായ സംവിധായകനാണ്. പിന്നെ അന്നയുണ്ട്, അന്നരാജുണ്ട്, പിന്നെ ജോമോൻ, അത് എനിക്ക് പറയാൻ പറ്റുന്നുള്ളൂ. അതെ, നമ്മളൊന്ന് ഭയങ്കര സിങ്കാണ്. ബേസിക്കലി മന്ദാരി കഴിഞ്ഞിട്ടാണെങ്കിലും ഭയങ്കര സൗഹൃദം എപ്പോഴും കണക്റ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളിയായിട്ടൊരു അടുത്ത പടം ചെയ്യാമെന്ന് വെച്ചാൽ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഐ എം ഓൾറെഡി കംഫർട്ടബിൾ വിത്ത് ഒരു സ്റ്റാർട്ടിങ് ടോണിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഭയങ്കര രസമായിട്ട് നമ്മളാ ഒരു സിങ്കിലങ്ങ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെ വെരി എക്സൈറ്റഡ്. അതുകൊണ്ടാണ് പടം എടുക്കാനുള്ളൊരു കാരണം അത് തന്നെയാണ്. ഇടവേളയ്ക്ക് ശേഷം അനാർക്കലി മലയാളത്തിൽ സജീവമായിക്കൊണ്ടിരിക്കുകയാണ് നായികയായിട്ട്. അതായത് ജനഹൃദയങ്ങൾ കീഴടക്കുന്ന നായിക മന്ദാകിനി അല്ലേ? അതേപറ്റി എന്താ പറയാനുള്ളത്? അതേപറ്റി ഞാൻ എന്താ പറയാനാണ്, സന്തോഷമുണ്ട്. ഇടവേളയ്ക്ക് അത്ര വലിയ ഇടവേളൊന്നും വന്നിട്ടില്ല എന്നാണ് വിചാരിക്കുന്നത്. വെബ് സീരീസ് ഇറങ്ങിയിട്ടുണ്ട്. അതെ, ഞാൻ കുറച്ച് ചൂസിയാണ്. ഇങ്ങനെ ഭയങ്കര എനിക്ക് അത്ര ഇഷ്ടമായിട്ടുള്ള ചെയ്യുമ്പം പടം ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അങ്ങനെയാണ് എപ്പോഴും ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഒരു സന്തോഷം വരുന്ന പടം ഇവിടെ വന്നു. എൻ്റെ ഡോക്ടറുടെ കൂടെ ആയതുകൊണ്ട് ഒരു സന്തോഷം. എന്തോ ബുദ്ധിമുട്ടൊന്നുമില്ല. അത് എങ്ങനെ അത് വർക്കാവും എന്ന് നമുക്ക് ഉറപ്പായിട്ടും തിയേറ്ററിൽ വരുമ്പോഴേ പറയാൻ പറ്റും. അതിൻ്റെ ഒരു ടെൻഷനാണ്. ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. അൽത്താഫായിട്ട് ഇതിനു മുമ്പ് അഭിനയിച്ചിട്ടുണ്ട് അല്ലേ? മറ്റേ മന്ദാകിനി ചെയ്തതാണ്. പക്ഷേ ഈ ജോമോൻ ജോർജായിട്ടുള്ള കോമ്പിനേഷൻ സീനുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും അത് ഹ്യൂമറായിട്ടുള്ളത് തന്നെ? ഫുൾ ഓൺ ഹ്യൂമറാണ്. ഭയങ്കര രസമുള്ള കുറേ ചിരിക്കാനുള്ള ഈ മന്ദാകിനി പോലെ തന്നെ കുറച്ചിരിക്കാനുള്ളൊരു പടമാണ്. അപ്പം ജോമോനൊക്കെ ആയിട്ട് വർക്ക് ചെയ്യാൻ ഭയങ്കരമായിട്ട് നമ്മൾ കണ്ടതാണ്. ഗുരുവായൂരമ്പലടയിലൊക്കെ പുള്ളിയിൽ അടിപൊളിയായിരുന്നു. വാഴയിലൊക്കെ ആണെങ്കിലും ഐ എം വെരി എക്സൈറ്റഡ് ടു വർക്ക് വിത്ത്. ഇങ്ങനൊരു കോമഡി ക്രൂവിൻ്റെ കൂടെ വർക്ക് ചെയ്യാന്നൊക്കെ പറയുന്നത് ഭയങ്കര ഒരു മൂഡ് അപ്ലിഫ്റ്റ് കൂടെയാണ്. ഷൂട്ടിൻ്റെ സമയത്ത് നമുക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്ത് ഭയങ്കര സന്തോഷത്തിൽ ഷൂട്ട് ചെയ്ത് പോകാൻ പറ്റും. അതാണൊരു കോമഡി പടം ചെയ്യുന്നതിൻ്റെ ഒരു രസം തന്നെ. അതാണ് മന്ദാകിനിയും അങ്ങനെ തന്നെയായിരുന്നു. ഹാഡ് ലോട്ട്സ് ഓഫ് ഫൺ. അത് തന്നെ എനിക്ക് പടത്തിൽ ഉണ്ടാവും വിചാരിക്കും. കാര്യം അൽത്താഫിൻ്റെ കൂടെ കോമഡി ചെയ്യുന്ന വേറെയും റേഞ്ച് ഫാക്ടേഴ്സ് ഇതിൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് തന്നെ ഭയങ്കര രസമായിരിക്കും. ശരിക്കും ഹ്യൂമർ ചെയ്യാനാണോ അതോ നമുക്ക് ഈ പറയുന്ന ക്യാരക്ടർ റോളുകൾ ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? ശരിക്കും പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല. എന്നാലും എൻജോയ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കോമഡി റോൾസ് ആകുമ്പം കുറച്ചുകൂടെ രസമായിട്ട് ഇപ്പം ഞാൻ പറഞ്ഞത് സന്തോഷത്തോടുകൂടി ചെയ്യാം. അതാണ് അതിൻ്റെ